മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 50 തിരുവാക്യം. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു. സങ്കീർത്തകൻ വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്, കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു. സങ്കീർത്തകനോടൊപ്പം നമുക്കും ഏറ്റുപറയാം, ഞങ്ങളുടെ പൊന്നു കർത്താവേ, അങ്ങയുടെ ഓരോ വാഗ്ദാനവും ഞങ്ങൾക്ക് ജീവൻ നൽകുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവായ യേശു നൽകുന്ന ജീവന്റെ സമൃദ്ധിയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, തലമുറകൾ, നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും നിറയപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ, പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് കരഘോഷത്തോടെ ഇന്നും ജീവിക്കുന്നവനായ കർത്താവായ യേശുവിനെ നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ്. കൃപയുടെ ആത്മാവായി 10,000ങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം സകല ഭാരങ്ങളും വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആനന്ദത്താൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ, ശക്തിയോടെ പരിവർത്തിക്കണമേ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. എന്തുമാത്രം നന്മകളെ കർത്താവ് തന്നിരിക്കുന്നത്, അതിനെല്ലാം ഓർത്ത് നന്ദിയോടെ പാടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. നമ്മുടെ ജീവിതം തികച്ചും പരാജയമായിരുന്നു. കർത്താവ് നമ്മളെ അത്യധികമായി ഉയർത്തി. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഓ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത വൻ കാര്യങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാവരും ചേർന്ന്
വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ സ്വരം ഉയർത്തി ഏറ്റുപറഞ്ഞേ, Our God is living God. യേശു ജീവിക്കുന്ന ദൈവമാണ്. എല്ലാവരും ചേർന്ന് നമ്മുടെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകുന്ന ഈ അഭിഷേക കൃപകളെ സ്വന്തമാക്കി നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, വചനമയച്ച് പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. ദൈവശക്തിയാൽ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. ദൈവ കൃപയാൽ ദേശങ്ങൾ ഉയരട്ടെ. ദൈവിക ജീവനാൽ വ്യക്തികൾ പൂരിതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ ഉയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾക്ക് ഉത്തരം നൽകണമേ. വിവിധങ്ങളായ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന പതിനായിരങ്ങളെ കർത്താവേ കൃപയാൽ ബലപ്പെടുത്തണമേ. അനുഗ്രഹത്തിന്റെ അഭിഷേകം എല്ലാ ജീവിതങ്ങളിലേക്കും നിറഞ്ഞൊഴുകട്ടെ. കൃപയുടെ അഗ്നിയാൽ സകല കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളേവരും പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവന്റെ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക. ഈ സന്ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യാശ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും പലരോടും സ്നേഹത്തോടെ ചോദിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെയൊക്കെ പോകുന്നു. ജനിച്ചു പോയില്ലേ, ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജനിച്ചു പോയതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അനേകം ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ജീവിതത്തിന് അർത്ഥവും മഹത്വവും മനസ്സിലാക്കാൻ കഴിയാതെ അടിക്കടിക്കുണ്ടായ പ്രതിസന്ധികൾ മൂലം, ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ചില ദുരന്തങ്ങൾ മൂലം, പരാജയങ്ങൾ, അപകടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം മൂലമൊക്കെ നീറി കഴിഞ്ഞ് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കഠിനമായ ദുഃഖത്തിലായിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്താൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം തിരുവചനം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ കർത്താവ് ആരാണ്? പ്രത്യാശയുടെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ദൈവം.
നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് പകരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ജനം ഇന്ന് സമൃദ്ധി പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയിലാണ്. നമ്മൾ ഏതിലാണ് വളരേണ്ടത്? സ്വർഗീയമായ പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ദൈവജനത്തെ അറിയിക്കുകയാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവാക്യം. നമുക്കൊക്കെ ഏറെ ആനന്ദം നൽകുന്ന വചനമാണിത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇന്ന് അനേകം വ്യക്തികൾ നിരാശിതരും ദുഃഖിതരും മനം അടുത്തുപോയവരുമായതിൻ്റെ പ്രധാന കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിക്ക് പ്രത്യാശ നൽകുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എബ്രായ പുസ്തകം 6-ാം അധ്യായം 18-19 തിരുവാക്യങ്ങൾ. നിങ്ങൾ ഈ വചനം കാണാതെ പഠിക്കണം. എന്നെ ഒരുപാട് ആകർഷിച്ച വചനമാണിത്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പ്രഖ്യാപിക്കുകയാണ്, പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, വിട്ടുമാറാത്ത രോഗങ്ങളിൽ, സഹനങ്ങളിൽ നമ്മൾ പ്രത്യാശയെ മുറുകെ പിടിക്കണം. ഇതിനെല്ലാം അറുതി വരുത്തി മഹത്വപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. 19-ാമത്തെ വചനം പറയാണ്, ഈ പ്രത്യാശ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. അപ്പൊ പ്രത്യാശയുടെ പവർ എന്താ? എൻ്റെ സഹോദര സഹോദരി, പ്രത്യാശ നൽകുന്ന ശക്തി എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വമാണ് പ്രത്യാശ. അത് സുസ്ഥിരമായ ഒരു നങ്കൂരം പോലെയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, യേശു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയായി മാറുമ്പോൾ ഒന്നിനെക്കുറിച്ചും നമുക്ക് ആകുലതയില്ല, ഒന്നിനെക്കുറിച്ചും നമുക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം ഏത് പ്രതിസന്ധിയിലും നമ്മളെ കരുതലോടെ നയിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. ഇന്ന് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ഒരിക്കൽ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, നരകത്തിൽ പിശാചുകളെല്ലാം ഒരു യോഗം ക്രമീകരിക്കുകയാണ്. പിശാചുകളുടെ തലവനായ ലൂസിഫറിന്റെ നേതൃത്വത്തിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ചില കുട്ടി പിശാചുകൾ എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, പഴയതുപോലെ നമ്മുടെ ആയുധങ്ങളൊന്നും മനുഷ്യരിൽ പ്രയോഗിക്കാൻ പറ്റുന്നില്ല. ഒരു വളരെ മോഡേണായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുധങ്ങളൊക്കെ നമുക്ക് വിറ്റ് കളയാം. അങ്ങനെ നരകത്തിൽ ലേലം വിളികൾ ആരംഭിക്കുകയാണ്. ഒരു കുട്ടി പിശാച് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, ഒരു വെട്ടിത്തിളങ്ങുന്ന ആയുധം കാണിച്ചിട്ട് പറഞ്ഞു, ഈ ആയുധത്തിന്റെ പേരാണ് മുൻകോപം. ആർക്കായി ഈ ആയുധം വേണ്ടത്? ഒരു മനുഷ്യൻ വന്ന് വളരെ വില കൊടുത്ത് മുൻകോപം വാങ്ങിക്കൊണ്ടുപോയി. വേറെ കുട്ടി പിശാച് എണീറ്റുകൊണ്ട് പറഞ്ഞു, നല്ല വെട്ടിത്തിളങ്ങുന്ന മനോഹരമായൊരു ആയുധം, ഈ ആയുധത്തിന്റെ പേരാണ് അഹങ്കാരം. വേറൊരു മനുഷ്യൻ വന്ന് വളരെ വില കൊടുത്ത് അഹങ്കാരം എന്ന ആയുധവും വാങ്ങിക്കൊണ്ടുപോയി. ഇതുപോലെ വേറൊരു കുട്ടി പിശാച് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, ഈ ആയുധത്തിന്റെ പേരാണ് അസൂയ, അതും വേറെ മനുഷ്യൻ വാങ്ങിക്കൊണ്ടുപോയി. ഇങ്ങനെ ഓരോ ആയുധങ്ങളും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക, ലേലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ആ പഴയ ആയുധങ്ങളൊക്കെ വിറ്റഴിഞ്ഞു. ഈ സമയത്ത് ആർക്കും വേണ്ടാത്ത
ഒരു തുരുമ്പ് പിടിച്ച ആയുധമെടുത്ത് ലൂസിഫർ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആയുധം മാത്രം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. ഉടനെ ഈ കുട്ടിപ്പിശാചുക്കളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത്ര മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന ഈ ആയുധങ്ങളൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ഇനി എന്തിന് ആർക്കും ഉപകാരമില്ലാത്ത ഈ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഈ ആയുധം അങ്ങ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഉടനെ പിശാചുക്കളുടെ തലവനായ ലൂസിഫർ പറഞ്ഞു, ഈ ആയുധമാണ് ഒരു മനുഷ്യനിൽ ഞാൻ അവസാനമായി പ്രയോഗിക്കുന്നത്. അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ലൂസിഫർ പറഞ്ഞു, ഈ ആയുധത്തിന്റെ പേരാണ് നിരാശ. ഈ ആയുധത്തിന്റെ പേരാണ് നിരാശ. പ്രിയപ്പെട്ടവരെ, ഇതൊരു കൊച്ചു കഥയാണെങ്കിലും ഇതിലൂടെ വലിയൊരു മെസ്സേജ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഇന്ന് അനേകം ജീവിതങ്ങളിൽ സാത്താൻ ഈ ആയുധം പ്രയോഗിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ കുടുംബം രക്ഷപ്പെടുകയില്ല, എൻ്റെ മക്കള് പരിശുദ്ധാത്മാവിൽ നിറയുകയില്ല, ഈ രോഗം സുഖപ്പെടുകയില്ല, ഇത് എന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദുരിതം മാറത്തില്ല, എല്ലാം തീർന്നു, എല്ലാം നശിച്ചു. ഇപ്രകാരം ചിന്തിച്ച് ജീവിതം നരകമാക്കി കഴിയുന്ന അനേകം ജീവിതങ്ങൾ. പ്രിയ സഹോദര സഹോദരി, അപ്പോസ്തലനായ പൗലോസ് സഭയെ ശക്തമായ ഈ ദൂത് അറിയിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാകുന്ന പ്രത്യാശ നീ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നിന്റെ ഏത് തകർച്ചയിലും, നീ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയിലും, ഏത് ദുഃഖ ദുരിതങ്ങളിലും നിന്നെ അനുഗ്രഹിച്ചുയർത്തുവാൻ സ്വർഗത്തിന് കഴിയും. ഈ ലോകത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളൊന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള വക നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ അങ്കമാലിക്കടുത്തുള്ള മഞ്ഞപ്ര എന്നൊരു ദേശത്തെത്തിയപ്പോൾ അവിടെ എൻ്റെ ഏതാനും ചില സുഹൃത്തുക്കൾ ഒരു വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അല്പം പ്രായമുള്ള ഒരു അമ്മച്ചിയെ ഞാൻ കണ്ടു. അമ്മച്ചി തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. ഈ അമ്മച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ തന്നെ ഈ അമ്മച്ചി തിരിച്ചറിഞ്ഞു, തനിക്ക് ഭർത്താവായി ലഭിച്ചിരിക്കുന്ന ഈ വ്യക്തി മുഴുഭ്രാന്തനാണ്. മുഴുഭ്രാന്തനായ മാനസിക രോഗിയായ ഒരു ഭർത്താവ്. 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വീട്ടുകാർക്കും ബന്ധുമിത്രങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായി. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മാനസിക രോഗിയായ ഭർത്താവിനെ ഉപേക്ഷിക്കുക, പെട്ടെന്ന് തന്നെ വിവാഹമോചനം ലഭിക്കും. പക്ഷെ അമ്മച്ചി കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭർത്താവായി തന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയില്ല. തുടർന്ന് അമ്മച്ചൊരു കാര്യം കൂട്ടിച്ചേർത്തു, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഡിവോഴ്സ് നടത്തുന്ന ദമ്പതിമാരുടെ ഒരു കാലഘട്ടമാണിത്. അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, മാനസിക രോഗിയായ എൻ്റെ ഭർത്താവ്, ആ മാനസിക രോഗത്തെ ഞാൻ കൃപയായി സ്വീകരിച്ചു, എൻ്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് പൂർണ്ണമായും ഈ അമ്മച്ചി തൻ്റെ യൗവന നാളിൽ വിശ്വസിക്കുകയാണ്. അവിടെ ദാമ്പത്യ ജീവിതത്തിൽ 3 മക്കൾ ജനിച്ചു. മക്കളെന്ന് പറഞ്ഞാൽ അപ്പനേക്കാൾ വലിയ മാനസിക പ്രശ്നങ്ങളുള്ളവരെ. മാനസിക പ്രശ്നങ്ങളുള്ളവർ മാത്രമല്ല, ഇവർ വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വയലന്റ് ആകും. ആക്രമകാരികളായിട്ടുള്ള മക്കൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നു. നരകതുല്യമായൊരവസ്ഥ. ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്തൊരു സിറ്റുവേഷൻ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. ഈ ഒരു പ്രശ്നം മൂലം ബന്ധുമിത്രങ്ങളൊക്കെ ഇവരിൽ നിന്ന് അകന്നു പോയി. വളരെ വില കൊടുത്ത് കണ്ണീരോടുകൂടെ മാനസിക വൈകല്യമുള്ള ആക്രമകാരികളായ ഈ 3 മക്കളെയും പിടിച്ച് വിശ്വാസത്തിൻ്റെ നിറവിൽ ഈ അമ്മച്ചി ജീവിക്കാൻ തുടങ്ങി. ഈ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, 3 മക്കളും ഇങ്ങനെ
ആക്രമ സ്വഭാവം വെളിപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് ആ സമയത്ത് അമ്മയെ സഹായിക്കുവാൻ, അമ്മയ്ക്ക് സപ്പോർട്ടായി കർത്താവ് എപ്പോഴും നിർത്തും. ഈ അമ്മ നിറകണ്ണുകളോടെ പറയാണ്, കർത്താവ് അവിടെയെല്ലാം എന്തുമാത്രം എന്നെ കരുതിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സെല്ല് പോലെ ഈ 3 മക്കളെയും ആ വീടിനകത്ത് തന്നെ സെല്ലിലിട്ടിരിക്കുകയാണ്. ഇന്ന് അവരെ ശുശ്രൂഷിക്കാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഇന്ന് പിതാക്കന്മാരൊക്കെ അതിലിടപെട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടെ വന്ന് അവരെ പരിചരിക്കുന്നുണ്ട്. അത്ഭുതകരമായി ആ കുടുംബത്തെ കർത്താവ് പരിപാലിക്കുകയാണ്. എന്നാൽ തൻ്റെ കൈപ്പേറിയ, വേദനകൾ നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ പ്രത്യാശിക്കാൻ ഒരു വകയില്ലാഞ്ഞിട്ടും മാനസിക രോഗിയായ തൻ്റെ ഭർത്താവ്, മാനസിക വൈകല്യമുള്ള 3 കുഞ്ഞുങ്ങൾ, ഇതിൻ്റെ നടുവിലും ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവങ്ങളില്ലാതെ, ദൈവമേ ഇത് എന്തൊരു വിധിയാണ്, എന്തിനാണ് ഇങ്ങനൊരു ജീവിതം എനിക്ക് തന്നത്, എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കാതെ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ആ അമ്മയെ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ അവിടെ മുട്ടുകുത്തി അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വ്യക്തികളെ ഞാൻ അപൂർവമായി കണ്ടുമുട്ടിയിട്ടുള്ളൂ. അമ്മച്ചിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വിശ്വാസം, അമ്മച്ചിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഈ പ്രത്യാശ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് പകരണമെന്ന് പറഞ്ഞ് മുട്ടുകുത്തി അമ്മയുടെ 2 കൈകളും വെച്ച് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഞാനിത് ചുമ്മാ പറയുന്നല്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഈ അനുഭവം കേട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ആ സമയം തന്നെ എനിക്ക് ഡെലിവറൻസ് ഉണ്ടായി. ചില അനുഭവങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തും, ചില അനുഭവങ്ങൾ നമ്മളെ വിടുതലിലേക്ക് നയിക്കും, ചില അനുഭവങ്ങൾ നമ്മെ സൗഖ്യത്തിലേക്ക് ഉയർത്തും. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭാമക്കളെ അറിയിക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 24-ാം തിരുവചനം. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. പ്രത്യാശയിൽ നമുക്ക് രക്ഷയുണ്ട്, പ്രത്യാശയിൽ നമുക്ക് സൗഖ്യമുണ്ട്, പ്രത്യാശയിൽ നമുക്ക് വിടുതലുണ്ട്, പ്രത്യാശയിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോസ്തലൻ പറയാ, ഈ പ്രത്യാശയിലാണ് നമ്മളെല്ലാം രക്ഷ പ്രാപിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, 100 പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് തകർച്ചകളുണ്ട്, കണ്ണുനീരിനതായി ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തെല്ലാമാണെങ്കിലും അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ യേശുവിന് കഴിയും. അവൻ നമ്മുടെ പ്രത്യാശയാണ്, അവൻ നമ്മുടെ ആനന്ദമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 24-ാം വചനത്തിൽ ശിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? എപ്പോഴും പ്രത്യാശയുള്ളവനാകും, എപ്പോഴും പ്രത്യാശയുള്ളവളാകും. ഇസ്രായേലിൻ്റെ ആശ്വാസം അവൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. റോമൻ സാമ്രാജ്യത്തിന് അടിമത്തത്തിൽ ഇസ്രായേൽ കഴിയുന്നൊരു സമയം ശിമയോൻ പ്രത്യാശിച്ചു, ഇസ്രായേലിനൊരു വിമോചനമുണ്ട്, ഇസ്രായേലിനൊരു പ്രത്യാശയുണ്ട്, ഇസ്രായേലിനൊരു സുവർണ കാലമുണ്ട്. ഈ പ്രത്യാശയുടെ രഹസ്യം എന്തായിരുന്നു? അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഈ ഒരു ആത്മനിറവാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് നമുക്കൊന്ന് മുട്ടുകുത്തുക. എല്ലാവരും ഒന്ന് മുട്ടുകുത്തുക. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുക. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പ്രത്യാശയിൽ സമൃദ്ധി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമായി കടന്നു വരണമേ. പാപ പൈശാചിക ശക്തികളെ തകർക്കണമേ, പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശിതരായ ജീവിതങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകണമേ. Anoint the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ അഭിഷേകം നിറഞ്ഞൊഴുകട്ടെ.
പരിശുദ്ധാത്മാവേ, പ്രത്യാശയുടെ ആത്മാവായി 10,000-ങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ കർത്താവേ. നിന്റെ ജനത്തെ ആശീർവദിക്കണമേ. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാക്കണമേ. Anoint, 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 Lord. പ്രിയ ദൈവമക്കളെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ ലോകത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള വക നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രത്യാശയോടെ ജീവിക്കുക. ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കാണ്. തകർച്ചകളെയും വേദനകളെയും കർത്താവിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണ്. ഒരു പുത്തൻ അഭിഷേക നിറവിലേക്ക് സ്വർഗം നമ്മളെ ഉയർത്തുന്ന സമയമാണിത്. അനേകം ജീവിതങ്ങളെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുവാൻ കർത്താവിന്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്. ഈ ദൂത് നീ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നാം ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി പടരേ. പരിശുദ്ധ കുർബാനയായി തന്നെ ശൂന്യനാക്കി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക. ഒരു കുടുംബമായി പ്രാർത്ഥിക്കാൻ പോവാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന അഭിഷേക സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധി ഉയർത്തിപ്പിടിച്ച് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവായി നമ്മിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശാന്തരങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, ശുശ്രൂഷയിൽ, പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നിറയുവാൻ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ. എല്ലാ പാപ രോഗ ശാപ ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ദൈവജനം പ്രത്യാശയുടെ ആത്മാവിനാൽ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങൾ ആശീർവദിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തിക്കും ആവശ്യമായ കൃപകൾ നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ, അങ്ങ് നൽകിയ അഭിഷേകത്തിനായി, അങ്ങ് നൽകിയ പ്രത്യാശയ്ക്കായി, അങ്ങ് നൽകിയ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ